എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം. ഇന്നൊരു ചിക്കൻ മുളകിട്ടതാണ്, നല്ലെണ്ണയിൽ മുളകിട്ടതാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ: സവോള, തക്കാളി, ചെറിയുള്ളി, വെളുത്തുള്ളി, പെരുംജീരകം, ഇഞ്ചി, പച്ചമുളക്. നന്നായിട്ട് വാഷ് ചെയ്ത് നല്ല വൃത്തിയാക്കി കൊണ്ടുവരിക. എന്നിട്ട് ഇത്രയും സാധനങ്ങളിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരുംജീരകവും ഒന്ന് ചതച്ചെടുക്കുക, പച്ചമുളക് അരിഞ്ഞെടുക്കുക, തക്കാളിയും സവോളയും കൂടി ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. എരിവിനുള്ള മുളകൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് വ്യത്യാസപ്പെടുത്താം. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചൊന്ന് ചൂടാകുമ്പോൾ കടുകും ഉലുവയും ഒന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പെരുംജീരകവും പേസ്റ്റ് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് പച്ചമുളകും സവോളയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിക്കുക. അതിലേക്ക് നമ്മൾ മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഈ തക്കാളി നന്നായിട്ട് വെന്ത് നല്ലൊരു പേസ്റ്റ് പോലെ ആയി എണ്ണ തെളിഞ്ഞ് വരണം. അത്രയും വരെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇത് വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലപ്പൊടിയാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഒന്നിട്ട് കൊടുത്തോളൂ. നന്നായി മൂത്ത മസാലയിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. ഈ ചിക്കനിൽ ചെറുതായിട്ട് വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കറിയിൽ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. ഈ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കഴുകുമ്പോഴൊക്കെ കയറിയ വെള്ളം നമ്മൾ കറി ഒന്ന് കുക്കറിൽ വെച്ചൊന്ന് ആവി കയറുമ്പോഴത്തേക്ക് ആ വെള്ളം കൂടി ഇറങ്ങി വരും. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കുക്കർ അടച്ച് വെച്ച് നമ്മൾ ഓരോരുത്തരുടെയും കുക്കറിൽ ഇതിൻ്റെ വേവിന് ആവശ്യമായിട്ടുള്ള വിസിലടുപ്പിച്ചെടുക്കുക. ഇത് കണ്ടോ. എന്നിട്ടൊരു ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ, ആദ്യം നമ്മൾ നല്ലെണ്ണയാണ് എടുത്തെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകും ഉലുവയും വളരെ കുറച്ച് മതി. ആദ്യം നമ്മൾ കുറച്ചിട്ട് ഇപ്പോഴും വളരെ കുറച്ചിട്ടുന്നുള്ളൂ. എന്നിട്ട് അതിലേക്ക് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. വീണ്ടും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് വെച്ചിരിക്കുക. എന്നിട്ട് ഇതേ കുക്കറിൽ നമ്മൾ വെള്ളം ഒഴിക്കാതെ വെച്ച ചിക്കൻ്റെ വെള്ളമൊക്കെ അത്യാവശ്യമായ നല്ല വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മൂത്ത് വന്ന് നമ്മുടെ ഈ ചെറിയുള്ളിയുള്ള ഈ പാത്രത്തിലേക്ക് ആ ചിക്കൻ അതിലുള്ള വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. ഇത് നല്ല അടിപൊളി ചിക്കൻ നല്ലെണ്ണയിൽ മുളകിട്ടത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ പൂർണ്ണമായിട്ടും വെളിച്ചെണ്ണയിൽ വെക്കുന്നതിൻ്റെ ആ സ്വാദല്ല, ഇതിന് വേറൊരു പ്രത്യേകതരം ഫ്ലേവർ തന്നെയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ, അപ്പത്തിൻ്റെ കൂടെ ഇഡലീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.